പുതിയ സഹസ്രാബ്ദം തുടങ്ങുമ്പോൾ, അതായത് 2001 ആരംഭത്തിൽ ഈ പുതിയ സഹസ്രാബ്ദത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയെന്നതിനെപ്പറ്റി പലരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അത് പിന്നെ ഇന്ത്യ അബ്രോഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പത്രത്തിലാണത് പിന്നെ പ്രസിദ്ധീകരിച്ചു വന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധേയമായി തോന്നിയത് അന്തരിച്ചു പോയ 2-3 വർഷം മുമ്പ് അന്തരിച്ച ഈ വെരി റവറൻ യോഹന്നാൻ ശങ്കരത്തിൽ കോറപ്പിസ്കോപ്പ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ ഓരോ സഹസ്രാബ്ദത്തിലും വലിയ ലോകം മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് ഓരോ സഹസ്രാബ്ദം കഴിയുമ്പോഴും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത് അന്വർത്ഥമായി എന്നാണ് പിന്നീടുള്ള സംഭവങ്ങൾ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പം AD 1000 അതിനെപ്പറ്റി പറയുന്ന ചരിത്രകാരന്മാർ പറയുന്നത് അന്ന് ഈ ക്രിസ്തുവിൻ്റെ 1000 വർഷം കഴിഞ്ഞു, അപ്പോൾ ക്രിസ്തു വീണ്ടും വരും, അതുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മനുഷ്യരെല്ലാം കൂട്ടപ്രാർത്ഥനയായിരുന്നു. മനുഷ്യരെന്ന് പറഞ്ഞാൽ യൂറോപ്പ് മുഴുവൻ അന്ന് ക്രൈസ്തവ ജനതയാണ്. അത് പിന്നെ കൂട്ടപ്രാർത്ഥനയായിരുന്നു. അപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു, ലോകം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ധാരണയിൽ. എന്തായാലും 2000 ആയപ്പോൾ അങ്ങനെ ലോകം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളൊരു ധാരണ ആർക്കും ഉണ്ടായില്ല. പക്ഷേ 2000 കഴിഞ്ഞ് പിന്നെ 2001 പിന്നെ 9/11 ഉണ്ടായി. അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ചു നിരത്തി. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ, ലോകക്രമത്തിലുണ്ടായ കാര്യങ്ങൾ വാസ്തവം പറഞ്ഞാൽ അമ്പരപ്പിക്കുന്നതാണ്. ഇറാഖിൽ യുദ്ധമുണ്ടായി, ആ മിഡിൽ ഈസ്റ്റ് മുഴുവൻ മാറ്റങ്ങളുണ്ടായി. പിന്നെ ഇറാഖിലും പിന്നെ ലിബിയ, അങ്ങനെ പല രാജ്യങ്ങളിൽ മാറ്റങ്ങളുണ്ടായി. പിന്നെ ആക്രമണം, മാറ്റങ്ങൾ. പിന്നീട് അതങ്ങോട്ട് തുടർന്ന് പിന്നെ ഉക്രൈൻ യുദ്ധം, ഇപ്പോൾ ഇതാ ഇറാഖ് പിന്നെ ഇറാനെതിരെയുള്ള പിന്നെ യുദ്ധം, അതുപോലെ തന്നെ ഹമാസിനെതിരെയുള്ള പോരാട്ടം, ഹമാസിനെ തുടച്ചു നീക്കിയത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം. പൊതുവിൽ നോക്കിയാൽ ലോകം മുഴുവൻ ഒരു അശാന്തി പടർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പുതിയ സഹസ്രാബ്ദത്തിൽ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം ഇത്. ഈ എല്ലാ കാലവും കലിയോടുകൂടിയാണ് നമ്മളെല്ലാ കാര്യത്തെയും കാണുന്നത്. സൗമനസ്യവും സൗഹൃദവും അതൊക്കെ വിട്ടുപോയിരിക്കുന്നു. ഈ ഗാന്ധിജിയുടെയും മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയും ഒക്കെ ആ കാലം കഴിഞ്ഞു പോയിരിക്കുന്ന പോലെ തോന്നുന്നു. എന്തായാലും ഇറാൻ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഇപ്പം ലോകമഹായുദ്ധം എന്ന് നമ്മൾ പറയുമ്പം ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന യുദ്ധം എന്നുള്ള അർത്ഥമാണ്. ഇപ്പം കേരളത്തിൽ ലോകമഹായുദ്ധകാലത്ത്, 2ാം ലോക മഹായുദ്ധകാലത്തോ 1ാം ലോക മഹായുദ്ധകാലത്തോ കേരളത്തിൽ നേരിട്ട് ആക്രമണമൊന്നും നടന്നില്ല. പക്ഷേ അതിൻ്റെ കെടുതി കേരളവും അനുഭവിച്ചു. ദാരിദ്ര്യം, പട്ടിണി, അക്കാലത്തെ ദുരിതങ്ങൾ, അത് വർണ്ണിക്കാനാവാത്തതായിരുന്നു എന്നാണ് അക്കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം തന്നെ കേരളത്തിൽ പാചകവാതകം കിട്ടാനില്ല. കേരളത്തിലും ഇന്ത്യയിലും പാചകവാതകം കിട്ടാനില്ല. ഈ 10 ദിവസം കൊണ്ട് തന്നെ, 10-12 ദിവസം കൊണ്ട് തന്നെ അത് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നു. നമ്മുടെ ജീവിതം സന്നിഗ്ധഘട്ടത്തിലായിരിക്കുന്നു. ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഇനി യാത്ര ചെയ്യണമെങ്കിൽ അമിതമായ കൂലി, 7 ലക്ഷം രൂപയൊക്കെ അമേരിക്കയിൽ വരണമെങ്കിൽ പിന്നെ ഇന്ത്യയിൽ നിന്ന് 7 ലക്ഷം രൂപയാകുമ്പം $6000 പിന്നെ അത്രയും കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഈ രീതിയിലെല്ലാം കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പം ലോകയുദ്ധമല്ലെങ്കിലും ലോകയുദ്ധം പോലെ നമ്മളെയും ബാധിക്കുന്ന ഒരു സ്ഥിതി. അപ്പോൾ ഈ യുദ്ധത്തെപ്പറ്റി പറയുമ്പോൾ ഈ ഇറാനെ പോയി അടിച്ചു. അത് ഇത്ര പെട്ടെന്ന് ഇത്രയും നീണ്ടു നിൽക്കുമെന്ന് നമ്മളാരും കരുതുന്നതല്ല. വെനസ്വേലയിൽ ഈ പ്രസിഡൻറ്റിനെ പിടികൂടി കൊണ്ടുവന്നു. അടുത്തയാൾ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നയാൾ സ്ഥാനമേറ്റു. അവിടെ അധികാര കൈമാറ്റം ഒരു സ്മൂത്തായിട്ട് അങ്ങ് പോയി. ഇവിടെ ഇറാനിൽ ഈ ഖമനായിയെ കൊന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റനൻസ് അവരാരെങ്കിലും അധികാരം ഏറ്റെടുക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. അവരുടെ രണ്ടാം നിരയിൽപ്പെട്ട ആളുകളും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ കാര്യമായ നേതൃത്വം വഹിക്കാൻ ആരുമില്ല. ഇപ്പം പ്രസിഡന്റ് പെഷക്കിയാൻ ഉണ്ട്. അദ്ദേഹം അതിന് പുറമേ ഖമനായിയുടെ മകൻ മജുത്താബ ഖമനായിയെ ഇപ്പം പരമോന്നത നേതാവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹമാകട്ടെ അമേരിക്കയ്ക്കെതിരെ വെല്ലുവിളി നടത്തുകയാണ് ചെയ്യുന്നത്. അമേരിക്കയ്ക്കെതിരെ ശക്തമായിട്ട് നിൽക്കും, ഇതിനെല്ലാം പ്രതികാരം ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഹൊർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. എണ്ണ കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടായി തീർന്നിരിക്കുന്നു. അവിടെയെല്ലാം മൈൻ നിക്ഷേപിച്ചിരിക്കുന്നു. മൈൻ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ബോംബുകളാണ് അവിടെ. അപ്പോൾ ഏതെങ്കിലും കപ്പൽ അതേ പോയി മുട്ടിയാൽ ഉടനെ ആ ബോംബ് പൊട്ടിത്തെറിക്കും, കപ്പൽ തകർന്നു പോകും. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഗതാഗതവും ലോകരംഗത്തെ തന്നെ മൊത്തം മാറ്റിമറിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അമേരിക്കയാവട്ടെ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് പാമ്പിനെയൊക്കെ വേദനിപ്പിച്ച് വിടരുത്. വേദനിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് തിരിഞ്ഞു കൊത്തും. അത് എപ്പോഴാണ് തിരിഞ്ഞു കൊത്തുന്നതെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അത് നമ്മൾ ആ പകയോടുകൂടി കാത്തിരിക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ അമേരിക്ക ഇതിൽ നിന്ന് എങ്ങനെയാണ് ഊരിപ്പോരുന്നത്? ഇപ്പോൾ എന്തൊക്കെയാണ് അമേരിക്കയുടെ ലക്ഷ്യങ്ങളെന്ന് പോലും നമുക്ക് കൃത്യമായി പറയുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായ കാര്യം. അതായത്
പിന്നെ അവിടുത്തെ മിസൈലുകൾ ഇല്ലാതാക്കണമെന്ന് പ്രസിഡന്റ് പറയുന്നു. മിസൈലുകളും മിസൈൽ നിർമ്മാണ ഫാക്ടറികളും ഇല്ലാതാക്കണം. അവർ നല്ല മിസൈലുകളാണെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ അണ്വായുധങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം, ഇല്ലാതാക്കണം. പിന്നെ ഈ ഇറാൻ പിന്നെ ഹിസ്ബുള്ളയ്ക്കും മറ്റുള്ളവർക്കുമൊക്കെ സഹായം എത്തിക്കുന്ന ആ പരിപാടി, പിന്നെ ഭീകരപ്രവർത്തനം എക്സ്പോർട്ട് ചെയ്യുന്ന ആ പരിപാടി അത് നിർത്തിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അയൽ രാജ്യങ്ങൾക്ക് സമാധാനമായിട്ട് അവിടെ ജീവിക്കണം. ഇക്കാര്യങ്ങളൊക്കെയാണ് ലക്ഷ്യമെന്നാണ് പറയുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പം ഈ നിരന്തരമായൊരു യുദ്ധം എന്ന് പറഞ്ഞാൽ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് ആർക്കും ഗുണകരമായ ഒരു കാര്യമല്ല അത്. പിന്നെ വിയറ്റ്നാമിലൊക്കെ യുദ്ധം നടന്നു, പിന്നെ എന്ന് പറഞ്ഞത് നമ്മളെ ഒന്നും ബാധിച്ചില്ല വാസ്തവം പറഞ്ഞാൽ, അത് വിയറ്റ്നാമിലാണ്. പക്ഷേ ഈ ഗൾഫിൽ നടക്കുന്ന ഇറാനിലോ അല്ലെങ്കിൽ ഗൾഫ് ആ മേഖലയിൽ നടക്കുന്ന എല്ലാ കാര്യവും നമ്മളെ ബാധിക്കുന്നതാണ്, നമ്മുടെ ആളുകളെ ബാധിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തെ തന്നെ പിന്നെ തകർക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയും ഇതൊരു പരിഹാരം കാണണം, ഇതിനൊരു അവസാനം കാണണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഒരു അവസാനം കാണുന്നതെന്ന് ഇതുവരെയും കൃത്യമായി വാഷിങ്ടണോ പിന്നെ ഇസ്രായേലോ ഒന്നും പറയുകയുണ്ടായിട്ടില്ല. അവിടെ നേതൃത്വമാറ്റം വന്നു അവരിപ്പോഴും ആ ഭിന്നതയോടി അത് പിന്നെ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എത്ര കാലം അവർക്ക് വെല്ലുവിളിക്കാൻ പറ്റും? അവരുടെ ശക്തി എല്ലാം ദുർബലമായിരിക്കുന്നു. കാരണം അവർക്കെതിരെ ആക്രമണങ്ങളൊക്കെ നടന്നു. എന്ന് മാത്രമല്ല, ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നിടത്തോളം കാലം ഇറാനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനും പിന്നെ രഹസ്യം സൂക്ഷിക്കാനാവില്ല ഇൻ്റർനെറ്റ്. കാരണം ഇൻ്റർനെറ്റും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ അക്കാര്യം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയും പിന്നെ ഇസ്രായേലുമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ അറിയാതെ ഒരു കാര്യവും ഒരു രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല. ചൈനയിൽ അവർക്ക് സ്വന്തം സാറ്റലൈറ്റും സ്വന്തം പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വേറൊരു രാജ്യത്തിനും വേറെ ഏതൊരു രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് ഇൻ്റർനെറ്റ് മുഖേന ഇവർ അറിഞ്ഞിരിക്കും. ഇൻ്റർനെറ്റിലൂടെയാണത് ബന്ധപ്പെടുന്നതെങ്കിൽ. അപ്പോൾ അറിയാത്ത ഈ ഖമനായിയെ കൊല്ലുന്നത് തന്നെ കൃത്യമായിട്ട് അവിടെ എവിടെ ഉണ്ടെന്നൊക്കെ ഒരു രാഷ്ട്രത്തലവൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞ് കൃത്യമായിട്ട് അവിടെ ബോംബിടണമെങ്കിൽ ആ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പിന്നെ അമേരിക്കയും ഇസ്രായേലും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാരണവശാലും ഈ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം ഒരു രാജ്യത്തിനും, പിന്നെ ചൈനയെ മാത്രമാണ് കുറച്ചൊരു എക്സെപ്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്, ഒരു രാജ്യത്തിനും അവരുടേതായ ഒരു പ്രൈവസി എന്ന് പറയാനൊക്കില്ല. അവരുടേതായ കാര്യങ്ങളെല്ലാം മറ്റു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയും പിന്നെ ഈ ഇസ്രായേലും അറിഞ്ഞിരിക്കും. ഇത് കൺട്രോൾ ചെയ്യുന്നത് അവരുടെ സംവിധാനങ്ങളിലൂടെയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എത്രമാത്രം രഹസ്യത്തോടെ കാര്യങ്ങൾ നടത്തിയാൽ കൂടിയും അത് ഇവിടെ അറിയും. ഒരു പിന്നെ ഇറാന് ദീർഘകാലത്തേക്ക് പിടിച്ചു നിൽക്കാനോ ദീർഘകാലത്തേക്ക് അമേരിക്കയോ പിന്നെ ഇസ്രായേലിനെയോ എതിർക്കാനോ കഴിയുകയും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ചർച്ചകളും മാറ്റങ്ങളും അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. യുദ്ധം നീണ്ടുപോകാതെ ഇപ്പോൾ അമേരിക്ക തന്നെ പല രീതിയിലാണ്, പല നേതാക്കൾ പ്രസിഡന്റ് ഒന്ന് പറയുന്നു, മറ്റുള്ളവരെല്ലാം പല രീതിയിൽ പറയുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ ഇത്രമാത്രം ശക്തിയിൽ തിരിച്ചടിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല, വാഷിങ്ടണിൽ ആരും പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞാണ് പിന്നെ ന്യൂയോർക്ക് ടൈംസിലൊക്കെ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്തത്ര ശക്തിയോടെയാണ് ഇറാൻ്റെ പ്രതികരണം വന്നത്. അതെങ്ങനെ നേരിടുമെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഇവിടെ ഉണ്ടായിരുന്നില്ല താനും. അതിൻ്റെ കൂടെയാണ് ഇപ്പം ഡെമോക്രാറ്റുകളൊക്കെ യുദ്ധത്തിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഇല്ലീഗലായ ഒരു യുദ്ധമാണ്, പ്രസിഡന്റ് ട്രംപും കൂട്ടാളികളും തുടങ്ങിയ ഒരു യുദ്ധമാണ്, ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴൊരു ആവശ്യമില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ ശക്തമായ വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ അംഗീകാരം തേടിയിട്ടില്ല, അംഗീകാരമില്ലാത്ത ഒരു യുദ്ധം. എന്തായാലും ഈ അനിശ്ചിതത്വം തുടരുന്നത് ആർക്കും നന്നല്ല. ഇതിനൊരു അവസാനം വേണം. യുദ്ധം നീണ്ടുപോയത് കൊണ്ട് ഇറാൻ ഒന്നും നേടാൻ പോകുന്നില്ല, അമേരിക്കയും ഒന്നും നേടാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടത് യുദ്ധം തീരുകയും മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇറാനൊരു ജനാധിപത്യ രാജ്യമായി മാറണം. ഇറാൻ ജനങ്ങളുടെ അഭിലാഷം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറണം. ഈ മുള്ളാമാരും ഒന്നും ഭരിക്കുന്ന ഒരു രാജ്യമല്ല. അങ്ങനെ മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഭീകരപ്രവർത്തനം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായി മാറരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ മാറ്റം ഉണ്ടാവണം. ഇറാനെ പകുതി അടിച്ചിട്ടൊട്ട് അമേരിക്കയ്ക്ക് പിന്മാറാനും വയ്യ. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവാതെ പിന്മാറാനും പറ്റില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. എന്തായാലും ഇതെല്ലാം നമ്മളെയെല്ലാം അലോസരപ്പെടുത്തുന്നു, വിഷമിപ്പിക്കുന്നു.